ഇളയൂരെന്നാൽ പുതിയ ഊര്, ഇളമുറക്കാരുടെ ദേശം. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ന്യൂജൻ ലാൻഡ് എന്നൊക്കെ നമുക്കർത്ഥം പറയാം. പേരുപോലെ തന്നെ ഇളയൂരിൻ്റെ സാമൂഹിക ജീവിതം സമീപദേശങ്ങളുടേതിൽ നിന്നും എന്നും ഏറെ വ്യത്യസ്തവും ആധുനികവും പുരോഗമനാത്മകവുമായിരുന്നു. മാനവികതയുടെയും കരുതലിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും മഹിത പാരമ്പര്യമുണ്ട് ഇളയൂരിന്. അസ്പൃശ്യരായി മാറ്റി നിർത്തപ്പെട്ട, ദൈവസാമീപ്യം പോലും നിഷേധിക്കപ്പെട്ട കീഴാള സമൂഹത്തിന് ഈ പ്രദേശങ്ങളിൽ ആദ്യമായി ക്ഷേത്രപ്രവേശനം അനുവദിച്ചത് ഇളയൂരിലെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നു. സാംസ്കാരികമായി മാത്രമല്ല, സാമൂഹികമായും ഇളയൂരിലെ മനുഷ്യർ ഉയർന്ന ചിന്തയും കാഴ്ചപ്പാടും പുലർത്തി. 1973 ഈ പ്രദേശത്തിന് ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ അനുവദിച്ചു കിട്ടുന്നത്. സ്കൂളിനാവശ്യമായ ഭൂമി എടുത്തു നൽകിയതോടെ വലിയ ധനികരില്ലാത്ത ഇളയൂരിലെ സ്കൂൾ കമ്മിറ്റിക്ക് മുന്നിൽ കെട്ടിട നിർമ്മാണ ധനസമാഹരണം വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നു നിന്നു. അവിടെയും പക്ഷേ ഇളയൂരിന് പരിഹാരമുണ്ടായിരുന്നു. പ്രദേശവാസികളായ കാർഡുടമകൾ സൗജന്യമായി നൽകിയ റേഷൻ പഞ്ചസാര സമാഹരിച്ച് വിറ്റ് കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ പണം അവർ കണ്ടെത്തി. ജനകീയതയുടെ ഉദാത്ത അടയാളമായി ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുന്നു. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ഇളയൂരിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും ഈ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പങ്ക് വളരെ വലുതാണ്. സ്വത്ത് പൈതൃകം പോൽ ഇളയൂരുകാർ തലമുറകളായി കാത്തുസൂക്ഷിക്കുന്ന മാനവികതയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും പുതിയ കാല അടയാളമാണ് ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റി. നിർമ്മലമായ ഗ്രാമീണ മനസ്സും ഉയർന്ന നാഗരിക ജീവിത വീക്ഷണവുമാണ് മറ്റു സാമൂഹിക പ്രവർത്തനങ്ങളിലുമെന്നപോലെ പാലിയേറ്റീവ് കെയർ രംഗത്തും മാതൃക തീർക്കാൻ ഇളയൂരിനെ പ്രാപ്തമാക്കിയത്. 2014 പാലിയേറ്റീവ് കെയർ രംഗത്തേക്ക് ഇളയൂർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അന്നൊരു നാൾ 2014 സെപ്റ്റംബർ 13 ശനിയാഴ്ചയുടെ ശാന്തസായാഹ്നത്തിൽ സമാനമനസ്കരായ മനുഷ്യസ്നേഹികൾ ഇളയൂരിൽ പ്രവർത്തിക്കുന്ന ഐഡിയൽ സ്കൂളിലെ ഒരു ക്ലാസ് മുറിയിൽ ഒത്തുചേർന്നു. യോഗത്തിൽ 40 പേർ പങ്കെടുത്തു. സ്വന്തം നാട്ടിലെ കിടപ്പു രോഗികൾക്ക് സാന്ത്വനമാവാൻ നാടിന് ബാധ്യതയുണ്ടെന്ന ചിന്തയാണ് ആ സുമനസ്സുകളെ ഒരുമിച്ചിരുത്തിയത്. ഈ ദേശത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തന രംഗത്ത് പുതിയൊരു വഴിവെട്ടുകയായിരുന്നു അന്നത്തെ ആ യോഗം. പാലിയേറ്റീവ് പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ യോഗം തീരുമാനിച്ചു. ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നിയമാവലി അംഗീകരിച്ച യോഗം 21 അംഗ പ്രവർത്തക സമിതിക്കും രൂപം നൽകി. അന്നുതന്നെ ചേർന്ന പ്രവർത്തക സമിതി യോഗം PC പത്മനാഭൻ പ്രസിഡന്റ്, P പരമേശ്വരൻ ജനറൽ സെക്രട്ടറി, MT അബ്ദുൽ മജീദ് ട്രഷറർ, M വേലുക്കുട്ടി, ഡോക്ടർ അബ്ദുൽ റസാഖ് PP വൈസ് പ്രസിഡന്റുമാർ, PT ബാലകൃഷ്ണൻ, നാരായണൻ T ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവർ ഭാരവാഹികളും, K ഭാസ്കരൻ, KK ജനാർദ്ദനൻ, K ജയപ്രകാശ്, P ഷിജു എന്നിവർ അംഗങ്ങളുമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. MPM CA 1645 2014 നമ്പറായി ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇതിലെ കമ്മിറ്റി അംഗങ്ങളൊക്കെ അവരവർക്ക് സാധിക്കാവുന്നതിനപ്പുറമുള്ള തുക എടുത്തുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടൊരു ഓഫീസ് വേണം, ഒന്ന് കൂടിയിരിക്കണം, ഓഫീസ് വേണമെന്ന് പറഞ്ഞു അതിനുള്ള ഒരു ഒരുക്കങ്ങൾ തുടങ്ങി. 2014 നവംബർ 1 ശനിയാഴ്ച ഇളയൂരങ്ങാടിയിലെ ഒരു വാടകമുറിയിൽ ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടനവും ഹോം കെയർ വാഹനത്തിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV മനാഫ് നിർവഹിച്ചു. ആശങ്കകളോടെയാണ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ജനങ്ങളുടെ പ്രതികരണങ്ങൾ ആശാവഹമായിരുന്നു. പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ സംഭാവനകളും സഹായങ്ങളും പിന്തുണയുമായി പാലിയേറ്റീവ് പ്രവർത്തകരെ സമീപിച്ചു തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചെത്തിയ KV രാമചന്ദ്രൻ 2015 ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തെ വാഹനമായി ഒരു ഒമിനി വാൻ സൊസൈറ്റിക്ക് സംഭാവന നൽകി. ജനങ്ങൾ കയ്യും മെയ്യും മറന്നതിന് സ്വീകരിച്ചു.
നമുക്ക് ആവശ്യത്തിന് വളണ്ടിയർമാരായി പതിയെ നമുക്ക് ഫണ്ടിങ് തുടങ്ങി. പുതിയ സിസ്റ്ററെ നമ്മൾ നിയമിച്ചു. അതോടുകൂടി പാലിയേറ്റീവിന് മുഖം തന്നെ മാറി. പ്രവർത്തകരായി, വളണ്ടിയർമാരായി, വളണ്ടിയർ ക്യാമ്പായി. 3 കൊല്ലം കൊണ്ട് ഇത് കാവനൂർ പഞ്ചായത്തിലെ ഈ 9 വാർഡുകളിലെ എല്ലാ ജനങ്ങൾക്കും ആശ്രയിക്കാവുന്ന ഒന്നായി മാറി. ഹോം കെയർ പ്രവർത്തനങ്ങൾ ഊർജിതമായപ്പോൾ രോഗികളുടെ എണ്ണം 20-ൽ നിന്ന് 180-ആയി വർദ്ധിച്ചു. 4-5 വർഷം കൊണ്ട് പുതിയ ബൊലേറോ ജീപ്പ് വാങ്ങിച്ചു. പുതിയ വാഹനം വന്നതോടെ ഹോം കെയർ പ്രവർത്തനങ്ങൾക്ക് ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കാനായി. ഈ 20-ൽ നിന്ന് നമ്മുടെ രോഗികളുടെ എണ്ണം 180-ലേക്ക് ഉയരുകയാണ്. ഒരു സിസ്റ്റർ പോരാ, 2ാമത്തെ സിസ്റ്റർ വേണം, 2 വാഹനം വേണം. അങ്ങനെ പുതിയ ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പോലെ ഇതിനകത്തും ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പുതിയ കെട്ടിടത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, പുതിയ വാഹനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. 2020 ഡിസംബർ 27 പ്രസിഡന്റ് PC പത്മനാഭൻ ചെയർമാനായും ശങ്കരനാരായണൻ, ട്രഷറർ അബ്ദുൽ മജീദ് എന്നിവർ കൺവീനർമാരായും കെട്ടിട നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ചു. ഭൂമി വാങ്ങാൻ അച്ചാരം നൽകി. ഇടപാട് പൂർത്തീകരിക്കാൻ ധനസമാഹരണത്തിന് ഒരുങ്ങുമ്പോഴാണ് ഉദാരവാനായ ഒരഭ്യുദയകാംക്ഷി തന്റെ പേര് വെളിപ്പെടുത്തരുതെന്ന വ്യവസ്ഥയിൽ ഭൂമി ഇടപാടിൽ ബാക്കിയുള്ള മുഴുവൻ തുകയും നൽകി സൊസൈറ്റിയെ പിന്തുണച്ചത്. അങ്ങനെ ബഹുജനങ്ങളുടെ പിന്തുണയും സഹായവും സഹകരണവും കൊണ്ട് ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റി സ്വയം പര്യാപ്തതയിലേക്ക് മെല്ലെ നടക്കുകയായിരുന്നു. 2021 ഏപ്രിൽ 25 ജനറൽ സെക്രട്ടറി പരമേശ്വരൻ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ടീച്ചറമ്മയായി കേരളത്തിന്റെ മനസ്സ് കീഴടക്കിയ ആരോഗ്യമന്ത്രി KK ശൈലജ 2022 മെയ് 14 ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PK ബഷീർ MLA അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ സംഭാവന ചെയ്ത ആംബുലൻസും കൂടിയായപ്പോൾ ഒരു സമ്പൂർണ്ണ സാമൂഹ്യ സേവന പ്രസ്ഥാനമായി ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റി വളർന്നു. പ്രവർത്തനം കിടപ്പു രോഗികളിൽ മാത്രമായി ഒതുക്കാത്ത ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റി കരുതലും പരിചരണവും ആവശ്യമായ ഇതര മനുഷ്യർക്കും ആശ്രയവും പ്രതീക്ഷയുമാണ്. ഇളയൂർ യുവജന സംഘം വായനശാലയുമായി കൺവേർജ് ചെയ്ത് നമ്മൾ പാരന്റിംഗ് വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. കുട്ടികൾക്ക് പരീക്ഷാ പേടി എന്ന വിഷയത്തിൽ നമ്മൾ ക്ലാസ്സും നടത്തിയിരുന്നു. അതിനു പുറമെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗും കൊടുത്തിരുന്നു. ഒരു ദിവസം ഞങ്ങൾ പോയി ഹോം വിസിറ്റ് നടത്താറുണ്ട് സൈക്കാട്രിക് രോഗികളെ. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ എന്തെല്ലാം രീതിയിലുള്ള ഇടപെടലുകളാണ് വേണ്ടത് എന്ന് അവലോകനം ചെയ്ത് അതെല്ലാം കൃത്യമായി തന്നെ ചെയ്യാൻ നമുക്ക് കഴിയാറുണ്ട്. പാലിയേറ്റീവിൽ കിടപ്പ് രോഗികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഒരുപാടാണ്. ശാസ്ത്രീയമായ ലിസണിംഗ് എന്ന പ്രക്രിയയിലൂടെ അവരുടെ മാനസിക സംഘർഷം കുറയാൻ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. വീട്ടുകാർക്കാണെങ്കിലും സംഘർഷമായ ഒരു അവസ്ഥയിൽ എത്തുകയാണ്. അപ്പോൾ അവർ അനുഭവിക്കുന്ന സംഘർഷത്തിനും നമ്മൾ അവർക്കൊരു ആശ്വാസമാകുകയാണ്. തലയുയർത്തി നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ ഓരോ കോണും ഓരോ മനുഷ്യനും ആശ്രയമാവണമെന്ന കാഴ്ചപ്പാടോടെയാണ് അവർ കെട്ടിടം രൂപകൽപ്പന ചെയ്തതും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ 2022 മെയ് 14 താഴെ നിലയിൽ ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനത്തിന് സമാരംഭം കുറിക്കാൻ സാധിച്ചത്. തിങ്കൾ, ബുധൻ, വെള്ളി ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടാണ് നമുക്കിവിടെ ഫിസിയോ പോകുന്നത്. സ്പെഷ്യലൈസേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ ന്യൂറോ പേഷ്യൻസിനായി സ്ട്രോക്ക് വരുന്ന ആൾക്കാർക്കായി ചെയ്യാനുള്ള ഗേറ്റ് ട്രെയിനിങ്, സൈക്ലിങ്, ട്രെഡ്മില്, പാരലൽ ബാർ, സ്റ്റെയർ ക്ലൈംബിങ്, അങ്ങനത്തെ പലതരം മെഷീനറീസ് ഇവിടെ അവൈലബിൾ ആണ്. ഓർത്തോ കേസ് നോക്കുകയാണെങ്കിൽ IFT, അൾട്രാസൗണ്ട്, ടെൻസ്, വേദന മാറാനുള്ള ഈ മെഷീൻസ്, ഹോട്ട് പാക്ക്, ഈ സൗകര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ വളരെ റെയർ ആയിട്ട് മാത്രം വരുന്ന ഒരു മെഷീനാണ് CPM മെഷീൻ എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് ഫ്രാക്ചർ കേസസിലാണ്. അതായത് ഫ്രാക്ചർ വന്ന് കാലിന് ഫ്രാക്ചർ വന്ന് അത് മടക്കാൻ പറ്റാത്ത, സ്റ്റിഫ്നെസ് വന്ന് മടക്കാൻ പറ്റാത്ത ആൾക്കാരിലേക്ക് അത് മടക്കിക്കുക എന്നുള്ളത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതിവിടെ നമുക്ക് അവൈലബിൾ ആണ്. ജന്മന ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ, അതായത് CPO എന്ന കുട്ടികൾ
അങ്ങനെ ഏത് കുട്ടികൾക്കുള്ള മാക്സിമം ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. കുട്ടികൾക്കായി എക്സസൈസും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എന്ത് പാരൻസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. കിടപ്പ് രോഗി ബെഡ് സോറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ അവരെ പൊസിഷൻ ചെയ്യണം കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോയിട്ട് മന്ത്ലി വൺസ് വരുന്ന ഹോം കെയർ ഉണ്ട്. ആ ഹോം കെയറിൽ നമ്മൾ പേഷ്യൻസിനും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് മന്ത് നമ്മൾ അതിന്റെ ഫോളോ അപ്പ് എടുക്കും. അങ്ങനത്തെ മാക്സിമം ആയിട്ടുള്ള നോളജും പേഷ്യൻസിലേക്ക് നമ്മൾ എത്തിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ഒരു ട്രീറ്റ്മെന്റ് പാറ്റേൺ ഇവിടെ പോകുന്നത്. ദശലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങളും പ്രഗത്ഭരായ തെറാപ്പിസ്റ്റുമായി ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഫിസിയോതെറാപ്പി സെന്റർ ദേശാതിർത്തികൾക്കപ്പുറം പെരുമ നേടുന്നു. ബൈക്ക് അടിച്ചിട്ട് കാലിൻ്റെ എല്ല് ഒട്ടും ചെയ്തു, ഒടിഞ്ഞ് ഒരു ഭാഗം അറ്റാൻ കൊടുത്താൽ സർജറി ചെയ്തു. ഒരു മാസം കഴിഞ്ഞാൽ ഒരു തെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ മുട്ട് മടങ്ങാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ വരുന്ന സമയത്ത് 50-55 ഡിഗ്രി കാല് മടങ്ങാം. ഇപ്പോൾ ഈ മെഷീനിൽ ഇങ്ങനെ ഏകദേശം ഒരു 110-120 ആ ലെവലിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. എല്ലാം കൊണ്ട് വളരെ ഉഷാറായ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ പാലിയേറ്റീവിൻ്റെ പ്രവർത്തിക്കുന്നത്. ഇതുപോലത്തുള്ള സ്ഥാപനങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായ സംഗതിയാണ്. ഒരുപാട് എക്സ്പെൻസ് നമുക്ക് ഈ ഓപ്പറേഷൻ സർജറി കഴിഞ്ഞ് വരുമ്പോഴത്തിന് ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് വരും. അതിനെ ഒരു ബാധ്യതയായിട്ട് പിന്നെ വരുന്ന സംഗതിയാണ് തെറാപ്പിയാണ് സംഗതി. അത് നമ്മൾ പുറത്ത് പോയി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭീമമായ സംഖ്യത്തിന് വരും. ഇങ്ങനത്തെ പാലിയേറ്റീവ് പോലത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരുപാട് മുതൽക്കൂട്ടാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ. ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കും വേണം, അതിന് നിലനിർത്തും വേണം. പാലിയേറ്റീവ് മരുന്നുകൾക്കപ്പുറം നിർധനരായ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളും ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റി വിതരണം ചെയ്യുന്നുണ്ട്. 2014 നമ്മൾ ആരംഭിച്ച ഈ സൊസൈറ്റി വളർന്ന് വലുതായി വലിയൊരു സംരംഭമായി മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ രോഗികൾക്ക് ആവശ്യമായ എല്ലാവിധ ഉപകരണങ്ങളും എന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റിക്കർ, വാക്കർ, എയർ ബെഡ്, വാട്ടർ ബെഡ്, കമ്മോഡ്, പുതിയ സംവിധാനമായ ബൈപ്പാപ്പുകൾ, ഇതെല്ലാം നമ്മുടെ അടുത്തുണ്ട്. ഇതൊക്കെ നമ്മൾ രോഗികൾക്ക് ആവശ്യമായി വരുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. തുടക്കം മുതൽ നമ്മൾ ആഴ്ചയിൽ 5 ദിവസം ഹോം കെയർ നടത്താറുണ്ട്. രാത്രിയിൽ ആവശ്യപ്പെട്ടാൽ രാത്രി ഞങ്ങൾ ഹോം കെയർ നടത്താറുണ്ട്. എമർജൻസി ആയി വിളിച്ചാൽ ഹോം കെയർ ഞങ്ങൾ നടത്താറുണ്ട്. ഈ ചെങ്ങരയിൽ ഒരു സബ് സെന്റർ തുടങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നഴ്സും വളണ്ടിയറും ഒരു കമ്മിറ്റി അംഗവും ഡ്രൈവറും ചേർന്നതാണ് ഹോം കെയർ സംഘം. ഓരോ ദിവസവും ഓരോ വളണ്ടിയറെ മാറി നിശ്ചയിക്കുന്നതിനുള്ള ചുമതല വളണ്ടിയർ ക്യാപ്റ്റൻ ശ്രീമതി ഉഷ ടീച്ചർക്കാണ്. 2022 ജനുവരി 17 മുതൽ സിസ്റ്റർ ആയിഷയാണ് സൊസൈറ്റിയുടെ ഹോം കെയർ വിഭാഗത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. കുന്നും മലയും വയലും നിറഞ്ഞതാണ് ഇളയൂരിൻ്റെ ഭൂപ്രകൃതി. കിടപ്പുരോഗികളുടെ അടുത്തേക്കുള്ള വഴികൾ പലപ്പോഴും ക്ലേശകരമാണ്. എങ്കിലും സഹജീവി സ്നേഹത്താൽ മാത്രം പ്രചോദിതരായ പാലിയേറ്റീവ് പ്രവർത്തകർ മുറതെറ്റാതെ സമാശ്വാസവുമായി അവരെ തേടിയെത്തുന്നു. ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിലും സമീപനങ്ങളിലും പരിചരിക്കപ്പെടുന്നവരെന്ന പോലെ ബന്ധുക്കളും സംതൃപ്തരാണ്. പാലിയേറ്റീവ് നല്ല സഹായമാണ് നമുക്ക്. നമ്മൾ എല്ലാ കൊല്ലം ഓരോ മാസത്തിൽ എന്തോ പരിപാടിയൊക്കെ വെച്ചിട്ട് പാലിയേറ്റീവിൻ്റെ ഇതിനൊക്കെ വന്നു കാക്കാനെ കൊണ്ടുപോയി കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ട് അവർക്ക് നല്ല സഹായമാണ്. പരിചരണവും പരിഗണനയും ആവശ്യമുള്ള വൃദ്ധരും ഹോം കെയർ പദ്ധതിയുടെ ഭാഗമാണ്. രോഗീ പരിചരണത്തിനെന്ന പോലെ ശുചിത്വത്തിലും സൊസൈറ്റി പ്രവർത്തകർ കണിശത പുലർത്തുന്നു. കഴിഞ്ഞ 12 വർഷമായി കിടപ്പിലായ രോഗികൾക്ക് ഒരുപാട് ആശ്വാസമേകുന്ന പ്രവർത്തനങ്ങളുമായി കാഴ്ചവെക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പുലരിയും സന്ധ്യയും നഷ്ടപ്പെട്ട് 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട ജീവിതങ്ങൾക്ക് പ്രത്യാശയും സന്തോഷവും പകർന്നു നൽകാൻ പലതരത്തിലുള്ള പദ്ധതികൾ സൊസൈറ്റി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. കിടപ്പുരോഗികളും കൂട്ടിരിപ്പുകാരും ബന്ധുക്കളും വർഷത്തിലൊരു ദിനം ഒത്തുചേരുന്നു. പരസ്പരം സ്നേഹ സന്തോഷങ്ങൾ കൈമാറുന്ന സ്നേഹസംഗമം അതിലൊന്നാണ്. 2025 ഒക്ടോബർ 11 എളയൂരിലെ ഏറനാട് ഇൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൻ്റെ മധുരമിയലും ഓർമ്മകൾ ഇന്നും പലരും പങ്കുവയ്ക്കുന്നു.
അരിയറ്റിൽ ഒരു പരിപാടി നടത്തിയല്ലോ അന്ന്, അവിടുന്നാ വന്ന്. അപ്പൊ ആരെങ്കിലും ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ, ഒഴിവുള്ളപ്പോ കുട്ടികളെ കൊണ്ട് കേൾപ്പിക്കും, വാർത്തയും പാട്ടും ഒക്കെ കേൾക്കലുണ്ട്. എളയൂര് പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം എളയൂരിൽ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നുണ്ട്. സ്നേഹസംഘം എന്ന പേരിൽ ഈ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുള്ള മുഴുവൻ രോഗികളെയും, ഇവിടെ കിടപ്പിലായ രോഗികളടക്കം ഒരു സംഗമം നടത്തി സന്തോഷത്തോടു കൂടിയാണ് ഈ നാട്ടിലെ ഒരു പൊതുജന കൂട്ടായ്മയായിട്ടാണ് ഞങ്ങൾ അത് ഏറ്റെടുത്തുള്ളത്. ഞങ്ങളെ ഓട്ടോ തൊഴിലാളികളെ അതിന്റെ രോഗികളെ കൊണ്ടുവരാനും കൊണ്ടുപോവാനും വളരെയധികം അതിന് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ വീൽ ചെയറുകളും മറ്റു കട്ടിലകൾ, ഊന്നുവടികളൊക്കെ കൊടുത്ത് മുന്നോട്ടുള്ള പരിപാടിയിലും എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ കഴിയുന്നതിന്റെ പരമാവധി എത്തിച്ചു തരാമെന്നും ഞങ്ങൾ ചെയ്തു തരാമെന്നും ഇവിടുത്തെ പാലിയേറ്റീവിന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തതാണ്. രോഗികളെയും കൊണ്ട് നമ്മൾ ടൂർ പോയിട്ടുണ്ട്, കോഴിക്കോട്ടേക്ക് പോയിട്ടുണ്ട്, 2-3 പ്രാവശ്യം കോഴിക്കോട്ട് പോയിട്ടുണ്ട്. കടൽ തീരത്തൊക്കെ അവർക്ക് ആവശ്യത്തിനപ്പുറം ഉള്ള സമയം ഉപയോഗിച്ച് നിൽക്കുന്നു. എളയൂർ പാലിയേറ്റീവ് ജില്ലയിൽ തന്നെ മാതൃകപരമായ ഒട്ടേറെ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പാലിയേറ്റീവാണ്. പ്രിയപ്പെട്ട ഉണ്ണിമാഷെ പോലെയുള്ള ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ റിട്ടയർഡായപ്പോൾ പൂർണ്ണമായിട്ടും അവരുടെ ബാക്കി സമയങ്ങളൊക്കെ അവർ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. നേരത്തെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്ത് അവരുമായി ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും നല്ല മാതൃകപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന എളയൂർ പാലിയേറ്റീവിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിലക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ദുർബലരെ ചേർത്തുപിടിക്കുന്നതിനും സാന്ത്വന പരിചരണത്തിനും വേണ്ടി മാത്രമല്ല സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ശാസ്ത്രബോധമുള്ള സമൂഹ സൃഷ്ടിയും സൊസൈറ്റിയുടെ പ്രവർത്തന ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇളയൂരെന്ന ഗ്രാമത്തിൻ്റെ സാമൂഹിക പൊതുബോധത്തെ ആഴത്തിൽ സ്പർശിക്കാൻ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൂമംഗലത്ത് വാസുദേവൻ നമ്പീശൻ തുടക്കമിട്ട് വാരിയത്തൊടി രുക്മിണിയമ്മ, പൂമംഗലത്ത് സാവിത്രി തൃപ്പനച്ചി, ചെറുളിയിൽ വാസു നമ്പീശൻ, ചെറുളിയിൽ ലീലാവതി, തച്ചറത്തൊടി മുരളി, തച്ചറത്തൊടി വിമല എന്നിവരിലൂടെ തുടർന്ന ഇളയൂരിന്റെ നേത്രദാന സംസ്കാരത്തിന് വലിയ തുടർച്ചയുണ്ടാക്കാൻ ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് സാധിച്ചു. പറമ്പിൽ ലക്ഷ്മിക്കുട്ടിയമ്മ, PC പത്മനാഭൻ നായർ, പൂമംഗലത്ത് ദേവകി ബ്രാഹ്മണിയമ്മ, ചിരുത പാണമ്പറ്റ, വേലായുധൻ പാണമ്പറ്റ, ചീരു പരിയാരക്കൽ, വേലുവേട്ടൻ പരിയാരക്കൽ, പരമേശ്വരൻ നായർ പരിയാരക്കൽ, പേങ്ങാട്ട് ഗോവിന്ദൻ നായർ, വാരയത്തൊടി ശ്രീകുമാരിയമ്മ, കുണ്ടു പൂവത്തിക്കൽ, നാടിച്ചി പൂവത്തിക്കൽ, കിഴക്കയിൽ പത്മനാഭൻ നായർ, പടുപ്പിങ്കൽ കീരൻ, പൂമംഗലത്ത് ശ്രീദേവി ബ്രാഹ്മണിയമ്മ, പൂമംഗലത്ത് ശ്രീദേവി എന്നിങ്ങനെ ഇളയൂർ ഗ്രാമത്തിലെ 16 പേരാണ് ഇതുവരെ തങ്ങളുടെ നേത്രങ്ങൾ ദാനം ചെയ്തത്. ഇവരിൽ പൂമംഗലത്ത് ശ്രീദേവി ബ്രാഹ്മണിയമ്മ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി സ്വന്തം ശരീരവും മഞ്ചേരി മെഡിക്കൽ കോളേജിന് ദാനം ചെയ്തു. രോഗികളുടെ വർധനവ് ഹോം കെയർ പ്രവർത്തകരെ പലപ്പോഴും സമ്മർദ്ദത്തിലാക്കി. ആവശ്യമായ സമയത്ത് സേവനമെത്തിക്കാൻ സാധിക്കാതെ വരുന്നത് പാലിയേറ്റീവ് പ്രവർത്തകരെ സംബന്ധിച്ച് വേദനാജനകമാണ്. ഈയൊരൊറ്റ കാരണം തന്നെയാണ് ഏലിയാപ്പറമ്പ് സബ് സെന്റർ തുടങ്ങുന്നതിന് സൊസൈറ്റിയെ പ്രേരിപ്പിച്ചത്. 2025 ഫെബ്രുവരി 8 ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഏലിയാപ്പറമ്പ് സബ് സെന്റർ കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. 1, 2, 3, 19 വാർഡുകളിലെ 58 ഫയലുകളാണ് ഏലിയാപ്പറമ്പ് സബ് സെന്ററിന് കൈമാറിയത്. ഇന്ന് 2026 മെയ് മാസം 13 ആയപ്പോഴേക്ക് 84 പേഷ്യൻറ്റോളം വർധനവ് വന്നിട്ടുണ്ട്. രാത്രിയായാലും പകലായാലും ഹോം കെയർ നടത്തുന്നുണ്ട്. ഏത് സമയത്തായാലും ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ പ്രതീക്ഷയിലേക്ക് അപ്പുറത്തേക്ക് വിജയകരമായി ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. സബ് സെൻ്ററിനകത്ത് ബെഡ്, വീൽ ചെയർ, ഓക്സിജൻ സിലിണ്ടർ, വാക്കർ, അങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും രോഗികൾക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും, അത് ഉപകരണങ്ങളാണെങ്കിലും മറ്റു ഹോം കെയർ സേവനങ്ങളും പരമാവധി നടത്താൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്ന അനുഭവം. 24 വയസ്സുള്ള പെൺകുട്ടി ഷോക്കേറ്റ് വീണ് കിടക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം പോയി ഇനി ഒരിക്കലും എഴുന്നേക്കാൻ കഴിയില്ല എന്നുള്ള രൂപത്തിൽ നിൽക്കും. ആ കുട്ടിയുടെ വേണ്ടപ്പെട്ടവരവരെ രക്ഷിക്കപ്പെടുക. ആ സാഹചര്യത്തിലാണ് ആ കുട്ടിയെ നമ്മുടെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ ദത്തെടുക്കുന്നത്. ആ കുട്ടിയെ നമ്മളിവിടെ കൊണ്ടിരുന്നു, അതിനെത്തുള്ള സൗകര്യം കൊടുക്കുന്നു, നിരന്തരമായ മോണിറ്റർ നടത്തുന്നു, മറ്റു ഡോക്ടർമാരായിട്ട് ബന്ധപ്പെടുന്നു. 3-4 മാസങ്ങൾ കൊണ്ട് അവരോരോ അടി വയ്ക്കാൻ തുടങ്ങി. ഒരു കൊല്ലത്തിനുള്ളിൽ അവർ നടന്നു.
അവരുടെ മക്കളൊക്കെ സുഖമായിട്ടിരുന്നു. തിരിച്ച് ഭർത്താവെല്ലാം വന്നു. വളരെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു അനുഭവം. ഞാൻ എളിയൂർ പാലിയേറ്റീവുമായി സഹകരിച്ച് പ്രവർത്തിച്ച് പോകുന്ന ഒരാളാണ്. വളണ്ടിയറായും പോവാറുണ്ട്. നമ്മുടെ കിടപ്പ് രോഗികൾക്ക് ഏറ്റവും സാന്ത്വനവും ആശ്വാസവുമായിട്ടാണ് ഇവിടെ പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ കിടപ്പിലായിട്ട് പാലിയേറ്റീവ് ഒരുപാട് നമുക്ക് സഹായ സഹകരണം ചെയ്തു തന്നിട്ടുണ്ട്. പാലിയേറ്റീവിൻ്റെ സഹായം എല്ലാവർക്കും അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ പാലിയേറ്റീവ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇത് നമുക്ക് ഭാവി പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ അപ്സ്റ്റെയറിലെ സ്പേസസ് ധാരാളമാണ്. ഇവിടെ നമുക്ക് പുതിയ സെൻറ്ററുകൾ വരണം. സ്പീച്ച് തെറാപ്പി വരണം, ഒക്യുപ്പേഷണൽ തെറാപ്പി വരണം, എൻവയൺമെൻ്റൽ തെറാപ്പി വരണം, എഡ്യൂക്കേഷണൽ തെറാപ്പി വരണം. പുതിയ തലമുറയിൽ സംഭാവന ചെയ്യേണ്ട ചെറിയ കുട്ടികൾ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ്റെ ഭാഗമായിട്ട് ഓട്ടിസം ട്രൈറ്റഡായി. ഈ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ തെറാപ്പി സെൻറ്റർ നമുക്ക് ആരംഭിക്കണം. അത് നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു വരും തലമുറയെ കൂടി സംരക്ഷിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് എളയൂർ പാലിയേറ്റീവ് സൊസൈറ്റി മാറണം. ശാരീരികവും മാനസികവുമായി ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ ആശ്വാസമാണ് എളയൂർ പാലിയേറ്റീവ് സൊസൈറ്റി. 4 വർഷത്തോളമായി എളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിയുമായി സഹകരിച്ചു പോകുന്ന വ്യക്തിയാണ് ഞാൻ. കാവന്നൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരും എളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിയുമായി നല്ല സഹകരണത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. സാന്ത്വന പരിചരണ രംഗത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ എളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സമയാസമയങ്ങളിൽ യോഗം ചേരുകയും കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് സൂക്ഷ്മമായി പഠിച്ച് നടപ്പിലാക്കുന്ന ഭാവനാസമ്പന്നരായ നേതൃത്വവും അർപ്പണബോധമുള്ള സന്നദ്ധ പ്രവർത്തകരും ഉദാരമതികളായ നാട്ടുകാരുമാണ് നവീന ആശയങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന ഇളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ കരുത്ത്. പാലിയേറ്റീവ് സൊസൈറ്റിയിൽ നിലവിലെ അംഗങ്ങൾ ഒരു വാഹനത്തിൻ്റെ ആവശ്യം എന്നോട് വന്ന് പറയുന്ന സമയത്ത് ഞാനത് പരിഗണിക്കാമെന്ന് പറയുകയും പിന്നീട് ഞാനടക്കം നേതൃത്വം നൽകുന്ന റോട്ടറി ക്ലബ്ബ് ഓഫ് കൊണ്ടോട്ടി എന്ന സംഘടനയുടെ ഭാരവാഹികളുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ വാഹനം എളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി എളയൂർ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് റോട്ടറി ക്ലബ്ബ് ഓഫ് കൊണ്ടോട്ടിയുടെ പേരിൽ ഈ വാഹനം കൈമാറുന്നതാണ്. ടി നാരായണൻ അധ്യക്ഷനായ പി പരമേശ്വരൻ മുഖ്യ കാര്യദർശിയും MT അബ്ദുൽ മജീദ് ഖജാൻജിയുമായ കമ്മിറ്റിയിൽ പി നീലകണ്ഠൻ, സി അസൈനാർ എന്നിവർ ഉപാധ്യക്ഷരും PC സതീഷ് കുമാർ, പി ശങ്കരനാരായണൻ എന്നിവർ സഹകാര്യദർശികളുമാണ്. KN രാമകൃഷ്ണൻ, MK ചന്ദ്രൻ, PC അലി, KV സുരേഷ് ബാബു എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും K ഭാസ്കരൻ, K ശ്രീധരൻ, MK സഗീർ മാസ്റ്റർ, P രാമചന്ദ്രൻ, KK രാജൻ, T ബാലകൃഷ്ണൻ, KK ജനാർദ്ദനൻ, KN വത്സലകുമാരി, P മോഹനൻ, C ഉഷ, മുഹമ്മദ് എന്നെച്ചെറി, TT വിജയകുമാർ, M ബാബുരാജ് എന്നിവരും അടങ്ങിയ പ്രവർത്തക സമിതിയാണ് സൊസൈറ്റിയുടെ നയപ്രവർത്തന പരിപാടികൾ തീരുമാനിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച കാരുണ്യ പരിചരണ കേന്ദ്രമായി, നൂതന ആശയങ്ങളുള്ള ഒരു കേന്ദ്രമായി മാറണം. സാധിക്കുന്ന ഒരു പുതിയ പിൻതലമുറയെ കൂടി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അവർക്കതിന് സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൂടി ഇതിനെ ഇനി വലിയ തോതിൽ മുന്നേറ്റത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള യോജിച്ച പ്രവർത്തനം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. എല്ലാവർക്കും നന്ദി. മനസ്സിൽ കാരുണ്യവും ഹൃദയത്തിൽ ആർദ്രതയും സൂക്ഷിക്കുന്ന സഹജീവികളുടെ വേദനയാറ്റാൻ താങ്ങായെത്തുന്ന സാന്ത്വന പരിചരണ മേഖലയിലെ മുഴുവൻ പ്രവർത്തകർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ട്